ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നൊക്കെ പറയണ പോലെ ഓണത്തിന് ഒരു കൂടപ്പൂവ് ആ ഒരു ഇത് ലക്ഷ്യമിട്ടുകൊണ്ട് ഞാനിന്ന് കുറച്ച് ചെണ്ടുമല്ലി തൈകൾ നടാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛൻ തന്നതാണ്. നമ്മുടെ എന്താ പറയുക, കൃഷിഭവനിൽ നിന്ന് ഇപ്പോൾ കൊടുക്കുന്നുണ്ടല്ലോ ഓണം പ്രമാണിച്ച് നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നടാനായിട്ട് കുറച്ച് പരിപാടികൾക്ക് വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് ഷാനുട്ടെ ഇറങ്ങി വന്ന് കുറച്ച് കൊഞ്ചലൊക്കെ നടത്തിയത്. അവൻ ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ ആ നേരം നോക്കിയാണ് ഞാൻ ഇങ്ങനെ ഇത് ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ അത് നമ്മുടെ ഇവിടെ വെയിലുള്ള സ്ഥലം വളരെ കുറച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം എല്ലായിടത്തും നോക്കിയിട്ട് കുഴപ്പമില്ലാത്തൊരു സ്ഥലം നോക്കി ഞാൻ എടുത്തു. അപ്പോൾ അവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് കളയാനായിട്ടുള്ള തന്ത്രപ്പാടാണ്. ഞാൻ കട അടക്കം വെട്ടാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ ആത്തച്ചക്കയുടെ മാത്രം കട അടക്കം, അതായത് കട മുഴുവനായിട്ട് ഇങ്ങോട്ട് പോരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് പറിച്ച് ആദ്യം തന്നെ കളഞ്ഞു. പിന്നെ മറ്റേ ആ ചെടിയും ഫുള്ളായിട്ട് വെട്ടിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ ആ ചെടി എന്ന് പറഞ്ഞാൽ അമ്മ പറയുകയാണ് 40 വർഷത്തോളം ഏകദേശം പഴക്കമുണ്ട് ആ ചെടിക്ക്, ഇവിടെ വന്നതിന് ശേഷം നട്ടതാണ് എന്ന്. അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയത്, ഞാനിവിടെ വരുമ്പോൾ മീൻസ് ഇതിലേ പോകുമ്പോഴൊക്കെ ആ ചെടി കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഞാൻ അവിടെ അത് വെട്ടി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഉണ്ടല്ലൊക്കെ ഒന്ന് വാരി കളഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്താണ് നമ്മൾ തടന്നത്. ആകെ 5 എന്താ പറയുക നമ്മൾ നടുന്നത്. ആകെ 5 തൈയേ ഉള്ളൂ. പക്ഷെ എന്നാലും അത് നല്ല രീതിക്ക് നടണമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനത് കൊത്തി ഇളക്കി, ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി, എന്താ പറയുക, അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ കാര്യം 5 എണ്ണം നട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ കുറേ നാളുകളായി ഇങ്ങനത്തെ പണികളൊക്കെ എടുത്തിട്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ എന്താ പറയുക ടയേർഡ് ആവണുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാനായിട്ട്. എനിക്ക് വെറുതെ ഇരുന്ന് കളയണ സമയത്തേക്കാളും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ വലിയ കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അപ്പോൾ അത് ഒരു 5 കുഴി ഞാൻ ഏകദേശം എന്താ പറയുക കൊത്തിയും അതുപോലെ തന്നെ ചെറിയ തൂമ്പയും ഒക്കെ എടുത്തിട്ട് ഞാനൊരു 5 കുഴി ചെറുതാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചാണകപ്പൊടി ഇട്ടിട്ട്, ജസ്റ്റ് ചാണകപ്പൊടി മാത്രമേ ഇടണുള്ളൂ. ചെറിയ തൈകളാണല്ലോ, ഒരുപാട് വളമൊന്നും ഇട്ടിട്ട് അതിന് കാര്യമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മീതെ കുറച്ചും കൂടെ മണ്ണിട്ടിട്ടാണ് ഞാനിത് നടണത് കേട്ടോ. അപ്പോൾ ഇത് കോഴികളൊക്കെ വന്ന് ഇതാവാൻ ചാൻസ് ഉണ്ട്. പരമാവധി നമ്മൾ നോക്കണം. പിന്നെ മഴയാണ്, അപ്പോൾ അത് ഒക്കെ ആകുമ്പോൾ നമ്മൾ വെള്ളം കെട്ടാത്ത സ്ഥലമൊക്കെ നോക്കിയിട്ട് വെക്കണം. അങ്ങനെയാണ് ഈ ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ 5 തൈയും ഞാൻ ഏകദേശം വെച്ചു. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു വാരം പോലെ ആക്കി. കാരണം അത് വെള്ളം ഒഴിക്കുമ്പോൾ അത് പരന്ന് അല്ലെങ്കിൽ ഒടിഞ്ഞൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ആ മണ്ണുകൊണ്ട് തന്നെ ആ വെള്ളം ഒഴിക്കുമ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ജസ്റ്റ് ഒരു ചെറിയ വാരം മാടി. ഇത് ഇത്തിരി കൂടി വൃത്തിയിലൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം കേട്ടോ. പക്ഷേ ഇതെനിക്ക് സമയം കിട്ടിയില്ല. അവൻ നല്ല വാശിയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ഇത് തീർക്കാം എന്നുള്ള രീതിയിൽ ഞാനത് നട്ടു. ഇനിയിപ്പോൾ ഒന്ന് ഉഷാറായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ ഒന്ന് വാരം മാടി ഒക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അത് ഏകദേശം നട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബൈ ബൈ.